സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളിലേക്കുള്ള നിയമനങ്ങൾക്കായി രൂപീകരിച്ച കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതുവരെ ഒരാൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ല. 2015 മാർച്ചിൽ രൂപീകരിച്ച ബോർഡ് ഇന്നുവരെ ഒരു പരീക്ഷയും നടത്തിയിട്ടില്ലെന്ന് രേഖകൾ തെളിയിക്കുന്നു. എന്നാൽ ബോർഡ് രൂപീകരിച്ച ശേഷം ഇതുവരെയുള്ള ചെലവ് 1,57,39,457 രൂപയാണ്. ബോർഡ് ചെയർമാനും അംഗങ്ങൾക്കും ജീവനക്കാർക്കും കൂടി ശമ്പള ഇനത്തിൽ 1,26,79,434 രൂപയും ശമ്പള ഇതര ഇനമായി 30,60,023 രൂപയും സർക്കാർ പാഴാക്കി. ബോർഡ് ചെയർമാൻ ചന്ദ്രശേഖരന് സർക്കാർ നൽകുന്ന മാസശമ്പളം 1,49,310 രൂപയാണ്. 5 അംഗങ്ങളിൽ 4 പേർക്ക് 1,05,515 രൂപ വീതമാണ് മാസശമ്പളം. മറ്റൊരംഗത്തിന് 84,540 രൂപയും പ്രതിമാസ ശമ്പളമുണ്ട്. ചെയർമാന് ബോർഡ് വക കാറും അംഗങ്ങൾക്ക് ശമ്പളത്തോട് ഡ്രൈവറിനെയും സർക്കാർ നൽകുന്നു. ഇതെല്ലാം കൂടാതെ ഇവരുടെ ഫോൺ ചാർജും ഇന്ധന ചെലവുമെല്ലാം പൊതുജനം ചുമക്കുകയാണ്. ഇതുവരെ ഒരാളെ പോലും നിയമിച്ചിട്ടില്ലാത്ത ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വെള്ളാനയാണെന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. സർക്കാരിനെല്ലാം മനസ്സിലായിട്ടും ഇക്കൂട്ടർ ശമ്പളവും ആനുകൂല്യത്തിന്റെ സുഖവും അനുഭവിക്കുകയാണ്. എല്ലാം ശരിയാകാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.